എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ലൈക്ക് ബട്ടനെ കൂടി ക്ലിക്ക് ചെയ്തേക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മീനാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്തൊരു തക്കാളിയും അതുപോലെ തന്നെ അതിലോട്ട് ഒരു 4-5 പച്ചമുളകും കൂടെ തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളും ഒരു 10 ചെറിയ ഉള്ളിയുമാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയല്ല, കൊടംപുളിയാണ് കേട്ടോ. കൊടംപുളി ചേർത്തിട്ടുള്ള മീൻകറി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് നെടുകെ പുലരുകയാണ്. പിന്നെ വേണ്ടത് ചെറിയ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റും അതിലുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കേണ്ട. വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്രയ്ക്കും ടേസ്റ്റ് കിട്ടില്ല. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെയും നമ്മൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ അത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയുടെ പുറന്തൊലിയൊക്കെ ഒന്ന് മാറി കളറ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴുത്ത തക്കാളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു കുടം വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ചേർക്കാണ്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇനി ഈ മീൻകറി വേറൊരു രീതിക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴറ്റിയെടുത്ത ചേരുവകളെല്ലാം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആ അരപ്പൊന്ന് നന്നായിട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൽ വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരണം. ഇനി വേറൊരു രീതിക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വഴന്നതിന് ശേഷം തണുത്താറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിക്കകത്ത് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് നരച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു അരപ്പ് ഈ ഒരു എണ്ണയിൽ തന്നെ ഈ ചട്ടിയിൽ തന്നെ നമ്മൾക്ക് വഴറ്റിയിട്ട് അങ്ങനെയും മീൻ കറി വയ്ക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മച്ചമണക്കം മാറിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയല മീനാണ്. ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് കറി വയ്ക്കാം. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഈ ചാറൊന്ന് കുറുകിയിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ വെക്കാം. ഇതിങ്ങനെ നമ്മൾ ഒരു തവ ഉപയോഗിച്ച് ഒന്നിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കരുത്. പെട്ടെന്ന് മീൻ ഉടഞ്ഞു പോവും. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മളുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടനെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.